Good morning, everybody. How are you? ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചോ? എന്തായാലും നമുക്ക് ഒരു 6 ദിവസത്തെ ലീവ് കിട്ടിയില്ലേ? സന്തോഷം. ഓക്കെ, വി സ്റ്റഡീഡ് അബൌട്ട് ദി ഫാമിലി അല്ലേ? ലാസ്റ്റ് ലെസൺ വി സ്റ്റഡീഡ് അബൌട്ട് ഫാമിലി. This lesson we have to study about the other aspects of the family. Our lesson name is Spend Carefully. Spend carefully. സൂക്ഷിച്ച് ചെലവഴിക്കുക. സൂക്ഷിച്ച് ചെലവഴിക്കുക. Okay, here in your book you can see a picture. Here in your book you can see a picture. In this picture you can see family members like father, mother and children. Father, mother and children. They are doing different activities. Father ploughing land using tractor. Mother selling goods in a shop. And here a daughter, she is playing with a kite. Okay, who among the members of this family are engaged in income learning activities? വരുമാനം കിട്ടുന്ന പ്രവൃത്തികളിൽ ഇൻകം ലേണിംഗ് ആക്ടിവിറ്റീസ്, വരുമാനം കിട്ടുന്ന പ്രവൃത്തികളിൽ ഈ ഫാമിലി മെമ്പേഴ്സിൽ ആരൊക്കെയാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്? 1 father, second one mother. There is no income learning in playing with the kite. പട്ടം കൊണ്ട് കളിച്ചാൽ നമുക്ക് വല്ല വരുമാനം കിട്ടുമോ? നെവർ അല്ലേ? ഇൻകം ലേണിംഗ് ആക്ടിവിറ്റീസ് ഇവിടെ ആരൊക്കെ ചെയ്യുന്നത്? ഫാദർ ആൻഡ് മദർ. ഫാദർ ആൻഡ് മദർ. സോ വി ക്യാൻ ലേൺ ദാറ്റ് ദ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ജനറേറ്റ് ഇൻകം. എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ജനറേറ്റ് ഇൻകം. ഇനി എന്താണ് ഈ എംപ്ലോയ്മെന്റിന്റെ റിവാർഡ്? റിവാർഡ് ഓഫ് എംപ്ലോയ്മെന്റ് ഈസ് ഏൺ ഐദർ ഇൻ സാലറി ഓർ വേജ്. സാലറി ആയിട്ടോ വേജ് ആയിട്ടോ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എംപ്ലോയ്മെന്റിനുള്ള റിവാർഡ് കിട്ടും, പ്രതിഫലം അല്ലേ? എന്താണ്? റിവാർഡ് ഓഫ് എംപ്ലോയ്മെന്റ് ഈസ് ഏൺ ഐദർ in the form of salary or wage. So employment is one source of income. One source of income. There is a table of two family 1 and 2. Here sources of income in both family is different. Sources of വരുമാന മാർഗങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഇവിടെ രണ്ട് ഫാമിലിയുടെയും വരുമാന മാർഗങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഇൻ ഫാമിലി 1 എന്തൊക്കെയാണ്? അഗ്രികൾച്ചറാണ് ഒന്ന് അല്ലേ? പിന്നെയോ സാലറി ഓഫ് സുമതി ഈസ് എൻഗേജ്ഡ് ഇൻ പ്രിപ്പയറിംഗ് മീൽസ് ഇൻ ദി നിയർ ബൈ സ്കൂളിൽ കഞ്ഞി വെച്ച് കൊടുക്കുന്ന ആളാണ് സുമതി. സോ ഷീ ഏൺഡ് സാലറി ഫ്രം ദിസ് ജോബ്. So two income sources are there from agriculture and from Sumati's salary. In family 2, here Shaji's family. Shaji is a tailor, so he earned money from tailoring. His son also earned money from newspaper distribution. But here which family is good? Here Sadish family also had a bedridden mother also there. They can give adequate care to her. So their family live in happy. But in Shaji's family they live in a rented house. ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് അഡിക്കേറ്റ് ആയിട്ടുള്ള വരുമാനം കുറവാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഫാമിലികൾ താരതമ്യം ചെയ്തു അല്ലേ. ഇതിൽ നമുക്ക് മനസ്സിലായി the sources of income are different. Sources of income are different. വരുമാന മാർഗങ്ങൾ വ്യത്യസ്തമാണ്. നമുക്ക് ഒരുപാട് വരുമാന മാർഗങ്ങൾ നമ്മുടെ വീടുകളിൽ തന്നെ നോക്കിയാൽ അറിയാം അല്ലേ. ഡിഫറെൻറ്റ് റിവാർഡ് ജനറേറ്റിംഗ് വെഞ്ചേഴ്സ് or assets can be termed as sources of income. For example, business. എന്തിലൊക്കെയാണോ നമുക്ക് വരുമാനം വരുന്നത് ആ മേഖലകളൊക്കെ നമുക്ക് സോഴ്സസ് ഓഫ് ഇൻകം ആയിട്ട് കണക്കാക്കാം. എക്സാമ്പിളായിട്ട് ബിസിനസ്, കച്ചവടത്തിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? ഒരാൾ ബിസിനസ്മാൻ ആണ്, എന്താ നമുക്ക് അതിൽ നിന്ന് കിട്ടുക? എന്താ കിട്ടുക? പ്രോഫിറ്റ്. എന്താ കിട്ടുക? പ്രോഫിറ്റ്. ഇനി ഒരാൾ ഐ ആം എ സ്കൂൾ ടീച്ചർ അല്ലേ, ഐ ഗോട്ട് സാലറി ഫോർ മൈ ജോബ്. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്, എനിക്ക് എന്താ കിട്ടുക? ഇൻകം, സാലറിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നിങ്ങളുടെ വീട്ടിലൊക്കെ ആര് വരാറുണ്ട്? മഹിളാ പ്രധാൻ ഏജൻറ്റ് ഓർ LIC ഏജൻറ്റ് വരാറില്ലേ നിങ്ങളുടെയൊക്കെ വീട്ടിൽ? അവർക്ക് എന്താ അതിന് ഗുണം കിട്ടുക? കമ്മീഷൻ. അത് എത്ര ആൾ അവർ അതിൽ ചേർത്തോ അതിനനുസരിച്ച് അവർക്ക് എന്ത് കിട്ടും? കമ്മീഷൻ അല്ലേ. ചില വീട്ടുകാരുണ്ടാവും വീടുകളൊക്കെ കെട്ടി റെന്റിന് കൊടുക്കുന്നുണ്ടാവും, കടകൾ കെട്ടി റെന്റിന് കൊടുക്കുന്നുണ്ടാവും. സോ ദേ ഗോട്ട് റെന്റ് ആസ് ഇൻകം. വരുമാനമായിട്ട് അവർക്ക് എന്താ കിട്ടുന്നത്? റെന്റ് അല്ലെ. വരുമാനമായിട്ട് അവർക്ക് കിട്ടുന്നത് റെന്റാണ്. അങ്ങനെ ദ സോഴ്സസ് ഓഫ് ഇൻകം ആർ different. The sources of income are different. Okay. Here is a word web. Depict different sources of income. Different sources of income of different families. Family income. Here some are engaged in government job. They got salary. Some are engaged in government job, they got salary. Some are engaged in the job of Mahila Pradhan agent or LIC agent, they got commission. Some are engaged in construction work, building work, they got wage. അവർക്ക് എന്താ കിട്ടുക? ഇൻകം ആയിട്ട് വേജ്, കൂലിയാണ് കിട്ടുക അല്ലേ. സം ഡെപ്പോസിറ്റ് ദെയർ മണി ഇൻ ദി ബാങ്ക്. ചിലരെന്ത് ചെയ്യും? ബാങ്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യും അല്ലെ. 5 ലക്ഷമോ 10 ലക്ഷമോ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ 10%, 5%, 15% ഒക്കെ അവർക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ്. എന്താ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? പലിശ. അപ്പോൾ മാസം മാസം പലിശ കിട്ടും. അതും ഒരു ഇൻകം സോഴ്സാണ്, സോഴ്സസ് ഓഫ് ഇൻകം ആണ്. അതുപോലെ സം ഗിവ് ദെയർ ബിൽഡിങ്സ് ഫോർ റെന്റ്, ദേ ഗോട്ട് റെന്റ് ആസ് സോഴ്സസ് ഓഫ് ഇൻകം അല്ല. അവർക്ക് എന്താ കിട്ടുക? ബിൽഡിങ് വാടക കൊടുത്തവർക്ക് റെന്റാണ് വരുമാന മാർഗമായിട്ട് കിട്ടുക. ഇനി ചിലരെന്ത് ചെയ്തിട്ടുണ്ടാവും? ബിസിനസ് ചെയ്യുന്നുണ്ടാവും. ദേ ഗോട്ട് പ്രോഫിറ്റ്. ബിസിനസ് ചെയ്യുന്നവർക്ക് എന്താ കിട്ടുക? ലാഭം. നിങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ കുറേ പേരുണ്ടാവും. ഈ ജോലികൾ മുഴുവൻ ചെയ്യുന്ന ആളുകളും നിങ്ങളുടെ വീടുകളിൽ ഡിഫറെൻറ്റ് ഫാമിലീസ് നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവാൻ പറ്റും. So I conclude my class with this word web. Okay, I will give some words you send to me. Thank you.